ഹലോ, സുഖല്ലേ? വെയിൽ കുറഞ്ഞ സമയം നോക്കി ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി അപ്പം തന്നെ വെയിൽ അങ്ങ് കൂടി കിട്ടോ. നമുക്ക് കൊടുക്കത്തെ ഭാഗ്യമാണല്ലോ. ഒരു ചെറിയ വിളവെടുപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ദേ നമ്മുടെ പേരയ്ക്ക മരത്തിൽ കുറച്ച് കോവയ്ക്ക കയറിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ചെടുത്തു. ലോക മഹാ അത്ഭുതങ്ങളിൽ ഒന്നായ സംഭവമാണ്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അതായത് ഇവിടെ സാധാരണ പുളിയും കാന്താരിയും ഒരുമിച്ച് ഉണ്ടാവാറില്ല. ഇത്തവണ കിട്ടി കൈയോടെ നമ്മളങ്ങ് പറിച്ചെടുത്തു. ദേ നമ്മുടെ ജറബറയൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. പേരയ്ക്ക മൂക്കാത്തതുകൊണ്ട് പറിച്ചില്ല. ഗൈസ്, ചക്കയാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പക്ഷേ മങ്ങിയാണ് കാണുന്നത്. ഞാൻ വെയിലത്തെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. ഞാനാണ് ഈ വീട്ടിലെ ഇളയ കുട്ടി. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറിച്ചെടുത്തു. മാങ്ങയാണ്. വേറൊന്നിനല്ല, കുറച്ച് ഉപ്പും മുളകും കൂട്ടി തിന്നാനാണ്. കുറച്ച് കാന്താരിമുളക് കിട്ടിയിട്ടുണ്ട്. ഈ വഴുതനങ്ങ ആവാത്തതുകൊണ്ട് നമ്മൾ പറിച്ചിട്ടില്ല കേട്ടോ. ഒന്നുകൂടി മൂക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുത്തു അതിന്. ഇത് കണ്ടോ, നല്ല ചുമന്ന് തുടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്ന കാന്താരിമുളകുകൾ. ദേ നമ്മുടെ തക്കാളി നമ്മൾ പകുതി പഴുപ്പിലാണ് പറിച്ചെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നിർത്തി കഴിഞ്ഞാൽ അത് വേഗം കേടായി പോകും കേട്ടോ. നമ്മുടെ വീഡിയോയിൽ പതിവിലധികമായിട്ട് ബ്രൈറ്റ്നസ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, വെയിലും കൊണ്ടാണ് കേട്ടോ. നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഈ വെയിൽ ഇതിൽ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ. നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ വേഗം വിളവെടുപ്പൊക്കെ അവസാനിപ്പിച്ച് അകത്ത് കയറി. വീഡിയോ എടുക്കാൻ എളുപ്പത്തിൽ ഷീറ്റിൻ്റെ അവിടെ സ്ഥാപിച്ചു കൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. കുറച്ച് മുല്ലപ്പൂ നമ്മൾ പോകുന്ന വഴിക്ക് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ അകത്തോട്ട് കയറി ഫാനിൻ്റെ അടിയിൽ പോയി അങ്ങ് ഇരിപ്പായിട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച മാങ്ങയില്ലേ, അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഞാനും ചേച്ചിയും കൂടി അത് കംപ്ലീറ്റ് അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ്, ബൈ.